ലോകം അക്രമം കൊണ്ട് നിറയുന്നു. നീതി എന്നത് വെറും വാക്കുകളിൽ മാത്രമായി ഒതുങ്ങുന്നു. മനുഷ്യൻ സമാധാനത്തിനായി ദാഹിക്കുന്ന ഒരു കാലം. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ചരിത്രവും പ്രമാണങ്ങളും നമുക്ക് മുന്നറിയിപ്പ് നൽകിയ ആ മഹാനേതാവിൻ്റെ വരവ് അടുത്തു കഴിഞ്ഞോ? അന്ത്യനാളിൻ്റെ വലിയ അടയാളങ്ങളിലൊന്നായ ലോകത്തെ നീതിയുടെ വസന്തം തീർക്കാൻ വരുന്ന ഇമാം മെഹദി. ആരാണ് അദ്ദേഹം? എപ്പോഴാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുക? നമുക്ക് നോക്കാം. ഇമാം മഹദി ഒരു പ്രവാചകനല്ല, മറിച്ച് അന്ത്യനാളിനു മുൻപ് ലോകത്തെ നയിക്കാൻ വരുന്ന വിവേകിയായ ഒരു ഖലീഫയാണ്. അള്ളാഹുവിനാൽ സന്ദേശങ്ങൾ ലഭിക്കുന്ന പ്രവാചകനല്ലെങ്കിലും അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായവും മാർഗനിർദ്ദേശവും ലഭിക്കുന്ന ഒരു നീതിമാനായ നേതാവായിരിക്കും അദ്ദേഹം പ്രവാചകപുത്രിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും പരമ്പരയിൽ നിന്നുള്ള വ്യക്തിയായിരിക്കും. ഹദീസുകൾ പ്രകാരം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കളായ ഹസൻ, ഹുസൈൻ എന്നിവരുടെ വംശപരമ്പരയിലാണ് അദ്ദേഹം ജനിക്കുക. ഇമാം മഹദിയുടെ പേരും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരും നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പിതാവിൻ്റെയും പേരിന് തുല്യമായിരിക്കും. ഇമാം മഹദിയുടെ ജനനം ഒരു സാധാരണ കുടുംബത്തിലായിരിക്കും. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കുകയും വളരുകയും ചെയ്യും. എന്നാൽ അള്ളാഹു നിശ്ചയിച്ച സമയമാകുമ്പോൾ അദ്ദേഹത്തെ ഈ വലിയ ദൗത്യത്തിന് നിയോഗിക്കും. ഹദീസുകൾ പറയുന്നത് അള്ളാഹു അദ്ദേഹത്തെ ഒരൊറ്റ രാത്രി കൊണ്ട് ഈ ദൗത്യത്തിനായി സജ്ജനാക്കുമെന്നാണ്. അതായത് പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റത്തിലൂടെയാണ് അദ്ദേഹം ലോകനേതാവായി ഉയർത്തപ്പെടുക. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരു നീതിമാനായ ഭരണാധികാരി മാത്രമാണ്. പുതിയ നിയമങ്ങളോ വേദഗ്രന്ഥങ്ങളോ അദ്ദേഹത്തിനുണ്ടാവില്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ലോകത്ത് പുനഃസ്ഥാപിക്കും. പ്രവാചകനോടുള്ള ആദരസൂചകമായി അള്ളാഹു അദ്ദേഹത്തിന് പ്രവാചകന്റെ പേര് തന്നെ നൽകി എന്നത് ശ്രദ്ധേയമാണ്. അദ്ദേഹം എവിടെയാണ് ജനിക്കുക എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഹദീസുകളിലില്ലെങ്കിലും അദ്ദേഹം മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുമ്പോഴാണ് ആളുകൾ അദ്ദേഹത്തെ തിരിച്ചറിയുക എന്ന് പറയപ്പെടുന്നു. ഇമാം മഹദിയുടെ വരവ് ഒരു വലിയ രക്ഷപ്പെടൽ പോലെയായിരിക്കും. ഇമാം മഹദി വരുന്നതിന് തൊട്ടു മുമ്പ് ലോകം ഒരു ഇരുണ്ട യുഗത്തിലൂടെ കടന്നുപോകും. ഇതിനെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഭൂമി അക്രമം കൊണ്ടും അനീതി കൊണ്ടും നിറയുന്നത് പോലെ അദ്ദേഹം അതിനെ നീതിയും സമത്വവും കൊണ്ട് നിറയ്ക്കുമെന്നാണ്. ലോകത്തുള്ള ഭരണാധികാരികൾ കടുത്ത അക്രമികളായി മാറും. സാധാരണക്കാരെ പീഡിപ്പിക്കുകയും അവരുടെ സമ്പത്ത് അപഹരിക്കുകയും ചെയ്യുന്നവരായിരിക്കും. പാവപ്പെട്ടവന്റെ ശബ്ദം കേൾക്കാൻ ആരുമുണ്ടാകില്ല. കോടതികളിലും ഭരണ സംവിധാനങ്ങളിലും നീതി എന്നത് വെറും കച്ചവടമായി മാറും. സത്യം പറയുന്നവർ ശിക്ഷിക്കപ്പെടുകയും കള്ളം പറയുന്നവർ ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വിപരീത സാഹചര്യം ലോകത്തുണ്ടാകും. വ്യഭിചാരം സമൂഹത്തിൽ ഒരു തെറ്റല്ലാതായി മാറുകയും വളരെ പരസ്യമായി നടക്കുകയും ചെയ്യും. മദ്യവും മയക്കുമരുന്നും ഉപയോഗം സർവ്വസാധാരണമാകും. പലിശയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥ ലോകത്തെ വിഴുങ്ങും. പലിശയുടെ പൊടിപടലങ്ങൾ പോലും ഏൽക്കാത്ത ഒരാളും ബാക്കിയുണ്ടാവില്ലെന്ന് ഹദീസുകളിൽ കാണാം. യഥാർത്ഥ മതവിശ്വാസികൾക്ക് ജീവിക്കാൻ കടുത്ത ബുദ്ധിമുട്ട് നേരിടും. സുന്നത്തനുസരിച്ച് ജീവിക്കുന്നവർ പരിഹസിക്കപ്പെടും. കയ്യിൽ കനൽ വാരി പിടിക്കുന്ന അത്രയും പ്രയാസകരമായിരിക്കും തൻ്റെ ദീൻ മുറുകെ പിടിക്കാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ പരസ്പരം കൊല്ലും. എന്തിനാണ് തന്നെ കൊന്നതെന്ന് കൊല്ലപ്പെട്ടവനോ എന്തിനാണ് താൻ കൊന്നതെന്ന് കൊലയാളിക്കോ അറിയാത്ത അവസ്ഥയുണ്ടാകും. ഇമാം മഹദി പ്രത്യക്ഷപ്പെടുന്നതിന് തൊട്ടു മുമ്പ് മുസ്ലിം ലോകം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര തകർച്ച നേരിടും. ഹദീസുകൾ പ്രകാരം ഒരു പ്രമുഖ ഭരണാധികാരിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കാൻ 3 രാജാക്കന്മാർ തമ്മിൽ കടുത്ത പോരാട്ടം നടക്കും. ഇവർ 3 പേരും ഒരു ഖലീഫയുടെ മക്കളായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അധികാരം ഇവരിൽ ആർക്കും ലഭിക്കില്ല. മുസ്ലിങ്ങളെ ഒന്നിപ്പിക്കാൻ ഒരു ഖലീഫയോ അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ശക്തനായ നേതാവോ ഇല്ലാത്ത അവസ്ഥയായിരിക്കും. മുസ്ലിം രാജ്യങ്ങൾ പരസ്പരം സഹായിക്കുന്നതിനു പകരം സ്വന്തം താൽപ്പര്യങ്ങൾക്കായി നിലകൊള്ളും. വിശ്വാസികൾ പല ഗ്രൂപ്പുകളായി തിരിയും.
ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ പോലും അവർ പരസ്പരം ശത്രുതയിൽ ഏർപ്പെടും. നമ്മൾ ഒന്നാണ് എന്ന ചിന്ത ഇല്ലാതാവുകയും ഭിന്നതകൾ വർദ്ധിക്കുകയും ചെയ്യും. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മുസ്ലിങ്ങൾക്ക് വേട്ടയാടപ്പെടുകയും അവർക്ക് സുരക്ഷിതമായി ഒരിടത്ത് താമസിക്കാൻ കഴിയാത്ത സാഹചര്യം വരികയും ചെയ്യും. ഈ സമയത്ത് മുസ്ലിങ്ങൾ ഒരു രക്ഷകനായി അള്ളാഹുവിനോട് കണ്ണീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. ജനങ്ങൾക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കേണ്ട പണ്ഡിതന്മാർക്കിടയിൽ പോലും ഐക്യമില്ലാതാകും. സാധാരണ ജനങ്ങൾ ആരെ വിശ്വസിക്കണമെന്നറിയാതെ കുഴങ്ങുന്ന ഒരു കാലഘട്ടമായിരിക്കും അത്. നാം കാണുന്ന മുസ്ലിം ലോകത്തെ പ്രശ്നങ്ങളും ഐക്യമില്ലായ്മയും ഈ വലിയ അടയാളത്തിന്റെ തുടക്കമാണോ? ഇറാഖിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടീസ് നദി വറ്റുകയും അതിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു മല വെളിപ്പെടുകയും ചെയ്യും. ഇത് കാണുമ്പോൾ ആളുകൾ അത് കൈക്കലാക്കാൻ വേണ്ടി യുദ്ധം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അവിടെ സന്നിഹിതരാകുന്നവർ അതിൽ നിന്ന് ഒന്നും എടുക്കരുത്. കാരണം ആ സ്വർണത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ 199 പേരും കൊല്ലപ്പെടും. ഇമാം മഹദി വരുന്നതിനു മുൻപുള്ള 3 വർഷങ്ങളിൽ ലോകത്ത് വലിയ ഭക്ഷണക്ഷാമമുണ്ടാകും. ആദ്യ വർഷം ആകാശം അതിൻ്റെ മഴയുടെ 1/3, ഭൂമി അതിൻ്റെ വിളവിൻ്റെ 1/3 തടഞ്ഞുവെക്കും. 2ാം വർഷം 2/3 ഭാഗം തടഞ്ഞുവെക്കും. 3ാം വർഷം ആകാശത്തു നിന്ന് ഒരു തുള്ളി മഴ പോലും പെയ്യില്ല. ഭൂമിയിൽ ഒന്നും മുളയ്ക്കുകയുമില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള ഭൂചലനങ്ങൾ ഉണ്ടാകും. മുൻപത്തേക്കാൾ കൂടുതൽ പ്രകൃതിക്ഷോഭങ്ങൾ ലോകം നേരിടേണ്ടി വരും. റമദാൻ മാസത്തിൽ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും അത്ഭുതകരമായ രീതിയിൽ സംഭവിക്കുമെന്ന് ചില ഹദീസുകളിൽ സൂചനയുണ്ട്. ആകാശത്ത് അഗ്നി പോലെ ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെടുമെന്നും ചില വിവരണങ്ങളിൽ കാണാം. ഇമാം മഹദി മക്കയിൽ പ്രത്യക്ഷപ്പെടുന്നതിന് തൊട്ടു മുമ്പ് സിറിയയിൽ നിന്ന് പുറപ്പെടുന്ന അതിക്രൂരനായ ഒരു ഭരണാധികാരിയാണ് സുഫിയാനി. ഇദ്ദേഹത്തെക്കുറിച്ച് ഹദീസുകളിൽ വ്യക്തമായ മുന്നറിയിപ്പുകളുണ്ട്. അബൂ സുഫിയാന്റെ പരമ്പരയിൽപ്പെട്ട ഒരാളായിരിക്കും ഇയാൾ. കടുത്ത ഇസ്ലാം വിരോധിയായിരിക്കും. ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരനായിരിക്കും ഇയാൾ. ഗർഭിണികളെ പോലും കൊന്നെടുക്കുവാനും കുട്ടികളെ പീഡിപ്പിക്കാനും ഇയാൾ മടിക്കില്ല. സിറിയയിലെ ദമസ്കസിലായിരിക്കും ഇയാൾ ആദ്യം അധികാരം പിടിച്ചെടുക്കുക. അവിടെയുള്ള ഭരണാധികാരികളെ പരാജയപ്പെടുത്തി ഇയാൾ ഭരണം തുടങ്ങും. ഇസ്ലാമിക വിശ്വാസികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ടവരെയും ഇല്ലാതാക്കുക എന്നതായിരിക്കും ഇയാളുടെ പ്രധാന ലക്ഷ്യം. ഇമാം മഹദി വരുന്നത് തടയാൻ ഇയാൾ സർവ്വശക്തിയും ഉപയോഗിക്കും. മക്കയിൽ ഒരാൾ മഹദിയായി അധികാരമേറ്റു എന്ന് കേൾക്കുമ്പോൾ സുഫിയാനി അദ്ദേഹത്തെ വധിക്കാനായി ഒരു കൂറ്റൻ സൈന്യത്തെ മക്കയിലേക്ക് അയക്കും. ഈ സൈന്യം മക്കയ്ക്കും മദീനക്കും ഇടയിലുള്ള ബൈദ എന്ന വിശാലമായ മരുഭൂമിയിൽ എത്തുമ്പോൾ അള്ളാഹു ഭൂമിയോട് പിളരാൻ കൽപ്പിക്കും. സുഫിയാനിയുടെ ആ സൈന്യം മുഴുവനായി ഭൂമിയിലേക്ക് താഴ്ന്നു പോകും. ആ സൈന്യത്തിലുണ്ടായിരുന്ന ഒരാളോ 2 ആളോ മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ. ഈ വാർത്ത ലോകം മുഴുവൻ പടരുന്നതോടെ അത് യഥാർത്ഥ മഹദി തന്നെയാണെന്ന് മുസ്ലിം ഉമ്മത്തിന് ഉറപ്പാകും. അദ്ദേഹം പ്രത്യക്ഷപ്പെടുമ്പോൾ ആളുകൾക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അടയാളങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കിയാലോ? അദ്ദേഹം വിശാലമായ നെറ്റിത്തടമുള്ളവനായിരിക്കും. അദ്ദേഹത്തിന് നീളമുള്ള അല്പം ഉയർന്നതുമായ മൂക്കുണ്ടായിരിക്കും. അറബികളുടെ ഇതിന് സമാനമായ നിറമായിരിക്കും. ഇസ്രായേലിയരുടെ ശരീരപ്രകൃതിയോട് സാമ്യമുള്ള ഉറച്ച ശരീരമായിരിക്കും. അദ്ദേഹം തൻ്റെ 40കളിലായിരിക്കും നേതൃത്വത്തിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ സ്വഭാവം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതിന് സമാനമായിരിക്കും. അത്യാധുനിക നിയമങ്ങളല്ല, മറിച്ച് ഖുർആനും സുന്നത്തും അനുസരിച്ചായിരിക്കും അദ്ദേഹം ഭരിക്കുക. അദ്ദേഹം വളരെ വിനീതനായിരിക്കും. താനാണ് മഹദി എന്ന് സ്വയം അഹങ്കരിക്കുകയോ പദവിക്ക് വേണ്ടി കൊതിക്കുകയോ ചെയ്യില്ല. സുഫിയാനിയെയും ദജ്ജാലിനെയും പോലുള്ള ശത്രുക്കളെ നേരിടുമ്പോൾ അദ്ദേഹം അസാമാന്യമായ ധീരത പ്രകടിപ്പിക്കും. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ആ ഭയാനകരമായ അടയാളങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ. ഭൂമി അക്രമം കൊണ്ട് വീർപ്പുമുട്ടുന്ന, വിശ്വാസികൾക്ക് ഭൂമി ഇടുങ്ങിയതായി മാറുന്ന, അനീതിയുടെ ആ ഇരുണ്ട നിമിഷങ്ങൾ. എന്നാൽ കനത്ത ഇരുട്ടിന് ശേഷമേ പ്രകാശമുള്ളൂ. ഒരു പ്രഭാതം ഉദിക്കൂ എന്ന സത്യം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ രക്ഷകനായി ആ മഹാനേതാവ് വരികയാണ്. അദ്ദേഹത്തിന്റെ ആ വരവും ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആ അത്ഭുതകരമായ മാറ്റങ്ങളും നമുക്ക് നോക്കാം.
മുൻപ് സൂചിപ്പിച്ചതുപോലെ ഭരണാധികാരിയുടെ മരണത്തെ തുടർന്ന് മക്കയിൽ അധികാര തർക്കങ്ങൾ മുറുകുന്ന സമയം. ജനങ്ങൾ ഒരു തണലിനായി ദാഹിക്കുമ്പോൾ മദീനയിൽ നിന്ന് ഒരു വ്യക്തി മക്കയിലെത്തും. താനാണ് മഹദി എന്ന് അദ്ദേഹം അവകാശപ്പെടുകയില്ല. മറിച്ച് ആ പദവിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അദ്ദേഹം ശ്രമിക്കും. പക്ഷേ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ പണ്ഡിതന്മാർ കഅബയുടെ അരികിൽ വെച്ച് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തും. ഹജറുൽ അസ്വദിനും മഖാമു ഇബ്രാഹിമിനും ഇടയിൽ വെച്ച് 10,000 അദ്ദേഹത്തെ ബൈഅത്ത് നൽകും. ലോകം കാത്തിരുന്ന ആ മഹാവിപ്ലവത്തിന് അവിടെ തുടക്കമാവുകയാണ്. അദ്ദേഹത്തിന്റെ സത്യസന്ധത ലോകത്തിന് ബോധ്യപ്പെടാൻ അള്ളാഹു ഒരു വലിയ അടയാളം അവിടെ കാണിക്കും. അദ്ദേഹത്തെ തകർക്കാൻ വരുന്ന സുഫിയാനിയുടെ കൂറ്റൻ സൈന്യത്തെ മക്കക്കും മദീനക്കും ഇടയിലുള്ള ബൈദ എന്ന മരുഭൂമിയിൽ വെച്ച് ഭൂമി വിഴുങ്ങും. ഈ വാർത്ത കാട്ടുതീ പോലെ പടരുന്നതോടെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും സത്യവിശ്വാസികൾ അദ്ദേഹത്തിന് കീഴിൽ അണിനിരക്കും. അദ്ദേഹം അധികാരം ഏറ്റെടുക്കുന്നതോടെ ലോകത്തിന്റെ ചിത്രം തന്നെ മാറും. ഏതൊരു സാധാരണക്കാരനും നിർഭയമായി ജീവിക്കാവുന്ന ഒരു ഭരണം. അക്രമികളുടെ അഹങ്കാരം അദ്ദേഹം തകർക്കും. ആകാശത്തു നിന്ന് അനുഗ്രഹത്തിന്റെ മഴ പെയ്യും. ഭൂമി അതിന്റെ ഉള്ളിലുള്ള സ്വർണവും വെള്ളിയും നിധികളും പുറന്തള്ളും. ദാനം നൽകാൻ പണവുമായി ഒരാൾ ഇറങ്ങിയാൽ അത് വാങ്ങാൻ ഒരു ദരിദ്രൻ പോലും ഇല്ലാത്ത അവസ്ഥ വരും. മനുഷ്യർക്കിടയിൽ മാത്രമല്ല, മൃഗങ്ങൾക്കിടയിൽ പോലും സമാധാനമുണ്ടാകും. സിംഹവും ആടും ഒരുമിച്ച് മേയുന്ന മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് വിദ്വേഷം പൂർണ്ണമായും തുടച്ചു മാറ്റപ്പെടുന്ന ഒരു സുവർണ കാലം. ഇമാം മഹദിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ഉമ്മത്ത് വിജയങ്ങൾ കൈവരിക്കുമ്പോഴാണ് ദജ്ജാൽ വരുന്നത്. ആ പരീക്ഷണ സമയത്ത് സിറിയയിലെ ദമസ്കസിലെ വെള്ള ഗോപുരത്തിന് മുകളിൽ നിന്ന് മലക്കുകളുടെ തോളിൽ കൈവച്ച് ഈസാൻ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. മഹദി എന്ന നേതാവിന്റെ പിന്നിൽ നിന്ന് ഈസാൻ നബി അലൈഹിസ്സലാം നിസ്കരിക്കും. ഇത് ഈ ഉമ്മത്തിന് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ആദരവായിരിക്കും. തുടർന്ന് ഇവർ രണ്ടുപേരും ചേർന്ന് ദജ്ജാലിനെ വധിക്കുകയും ലോകത്ത് ഇസ്ലാമിന്റെ പതാക പാറിക്കുകയും ചെയ്യും. ഇമാം മഹദി എന്നത് വെറും ഒരു കഥയല്ല, അത് വരാനിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം വരുമ്പോൾ നമ്മൾ എവിടെയായിരിക്കും? സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ മാത്രം കരുത്ത് നമ്മുടെ ഈമാനിനുണ്ടോ? അള്ളാഹു നമ്മെ എല്ലാവരെയും ആ മഹാനേതാവിനോടൊപ്പം സത്യത്തിന്റെ പാതയിൽ ചേർത്ത് നിർത്തട്ടെ. ദജ്ജാലിനെ വധിക്കാനും ലോകത്ത് സമാധാനം പൂർണ്ണമാക്കാനും ഈസാ നബി അലൈഹിസ്സലാം എത്തുന്ന ആവേശകരമായ ആ ചരിത്രം നമുക്ക് അടുത്ത ഭാഗമായി ചർച്ച ചെയ്യണോ? നിങ്ങളുടെ താല്പര്യം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ ആ ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം.